എസ്.ഡി.പി.ഐയുടെ വോട്ട് നിരസിക്കില്ലെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ മന്ത്രിയുമായ രമേശ് ചെന്നിത്തല എസ്.ഡി.പി.ഐയുമായി യു.ഡി.എഫ് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ മുഴുവൻ വോട്ടും എൽ.ഡി.എഫിനായിരുന്നു. എസ്.ഡി.പി.ഐയോട് ഒരിക്കലും വോട്ട് ചോദിച്ചിട്ടില്ല എന്നും എസ്.ഡി.പി.ഐയുടെ പ്രവർത്തനങ്ങളോട് യോജിപ്പില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇവരുമായി ജിജേഷ് കരുണാകരൻ ചേരുകയാണ്. ജിജേഷ്, എസ്.ഡി.പി.ഐയുടെ വോട്ട് നിരസിക്കില്ല എന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്? എസ്.ഡി.പി.യുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ല, അല്ലെങ്കിൽ അവരുമായി ഒരു തരത്തിലുള്ള സഹകരണത്തിനും തയ്യാറല്ല എന്നായിരുന്നു ആവർത്തിച്ചുകൊണ്ട് യു.ഡി.എഫും എൽ.ഡി.എഫും ആവർത്തിച്ചത്. പ്രത്യേകിച്ച് PFIയുടെ നിരോധനത്തിന് ശേഷം, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനത്തിന് ശേഷം അവരുടെ രാഷ്ട്രീയ രൂപമായ എസ്.ഡി.പി.യുമായി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന് ആവർത്തിക്കുന്നതിനിടയിലാണ് എസ്.ഡി.പി.ഐയുടെ പിന്തുണ യു.ഡി.എഫിന് പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ആ പിന്തുണ വേണ്ട എന്നും അവരുടെ വോട്ട് വേണ്ട എന്നും പറയാൻ യു.ഡി.എഫ് തയ്യാറാകാത്ത ഒരു സ്ഥിതിയാണുള്ളത്. അത് യു.ഡി.എഫിന്റെ വിവിധ നേതാക്കൾ കഴിഞ്ഞ ദിവസം M.M. ഹസൻ ഇന്നലെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ നിലപാട് പറയാൻ തയ്യാറായിരുന്നില്ല. അത് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് എസ്.ഡി.പി.ഐയുടെ വോട്ട് എന്നാണ് പറഞ്ഞിരുന്നത്. എങ്കിൽ ഇന്ന് ഒരു പടി കൂടി കടന്ന് രമേശ് ചെന്നിത്തല, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്, മുൻ മന്ത്രിയാണ്, തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന ആളുകൂടിയാണ് കേരളത്തിന്റെ. അങ്ങനെയുള്ള രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞിരിക്കുന്നത് വോട്ട് നിഷേധിക്കില്ല, അല്ലെങ്കിൽ വേണ്ട എന്ന് പറയില്ല. അത് വ്യക്തിപരമാണ് ഓരോ ആളുകളുടെയും വോട്ട്. എസ്.ഡി.പി.ഐയുടെ പിന്തുണയായിട്ടല്ല തങ്ങൾ അത് സ്വീകരിക്കുന്നത്, മറിച്ച് ഓരോ ആളുകളുടെയും വോട്ടുകളാണ്. എന്നാൽ എസ്.ഡി.പി.ഐയുടെ പ്രവർത്തനങ്ങളോട് അല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയ നയങ്ങളോട് താല്പര്യം യാതൊരു തരത്തിലും ഇല്ല എന്ന് വ്യക്തമാക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ കൃത്യമായി തന്നെ അവരുടെ വോട്ട് നേടാനുള്ള ശ്രമം. ഇന്നലെ എസ്.ഡി.പി.ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഓരോ സ്ഥലത്തും ഓരോ മണ്ഡലത്തിലും അവർക്ക് ലഭിച്ച വോട്ടുകൾ എണ്ണി പറഞ്ഞുകൊണ്ട് വില പേശുന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ ഒരു പിന്തുണ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് വയനാട് അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ, ഒപ്പം തന്നെ തിരുവനന്തപുരത്തും എല്ലാം തന്നെ വടകരയിലും തങ്ങൾക്ക് ഓരോ സ്ഥലത്തും എത്ര വോട്ടുകൾ ഉണ്ട് എന്ന് എസ്.ഡി.പി.ഐയുടെ വോട്ട് വീതം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. മാത്രമല്ല, ഈ വോട്ട് വീതം വർദ്ധിക്കുകയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അതേ സാഹചര്യത്തിൽ അങ്ങനെ എസ്.ഡി.പി.ഐ ഒരു വിലപേശൽ തന്ത്രത്തിലൂടെ അല്ലെങ്കിൽ അത്തരം നീക്കങ്ങളിലൂടെ യു.ഡി.എഫിന് പരസ്യമായ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അത് വേണ്ട, വർഗീയ രാഷ്ട്രീയ ആളുകളുടെ പിന്തുണ വേണ്ട, അല്ലെങ്കിൽ മതഭീകരവാദ ഗ്രൂപ്പുകളോട് അടുത്തു നിൽക്കുന്ന അത്തരത്തിലുള്ള സംഘടനകളുമായി യാതൊരു തരത്തിലും നീക്കുപോക്കുകൾ വേണ്ട എന്ന് പരസ്യമായി പറയാനുള്ള ധൈര്യം യു.ഡി.എഫ് കാണിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഈ ഒരു പ്രസ്താവനയിലൂടെ, അല്ലെങ്കിൽ വോട്ട് നിഷേധിക്കില്ല, വോട്ട് സ്വീകരിക്കും എന്ന് വ്യക്തമാക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇത് തന്നെയാണ്. എന്നാൽ ഈ പരസ്പരം യു.ഡി.എഫും എൽ.ഡി.എഫും പരസ്പരം ആരോപണങ്ങൾ ഉയർത്തുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടുകൾ, എസ്.ഡി.പി.ഐയുടെ വോട്ടുകൾ മുഴുവൻ ലഭിച്ചത് എൽ.ഡി.എഫിനാണ് എന്ന് യു.ഡി.എഫ് പറയുമ്പോൾ ഇരുഭാഗത്തിനും വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ഇരുപക്ഷവും എൽ.ഡി.എഫും യു.ഡി.എഫും എസ്.ഡി.പി.ഐയെ സഹായിച്ചിട്ടുണ്ട്, എസ്.ഡി.പി.ഐ തിരികെയും സഹായിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയും ചെയ്യുന്നു. നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇരുവരും തമ്മിൽ ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കിയിരുന്നു, സഖ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പരസ്യമായ കാര്യമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 മുസ്ലിം ലീഗ് നേതാക്കൾ മലപ്പുറത്ത് വെച്ച് എസ്.ഡി.പി.ഐയുടെയും നിലവിലെ നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട്, അന്ന് ആ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് മുമ്പുള്ള സമയം അവിടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും സംസ്ഥാന നേതാക്കളുമായി, സംസ്ഥാന അധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തി. പിന്നീട് അത് നിഷേധിച്ചു. രഹസ്യ കൂടിക്കാഴ്ചയായിരുന്നു അന്ന് നടത്തിയത്. സമാനമായ ഒരു സ്ഥിതിയിലേക്ക് തന്നെയാണ് യു.ഡി.എഫ് പോകുന്നത്. വോട്ട് സ്വീകരിച്ചുകൊണ്ട്, എസ്.ഡി.പി.ഐയുടെ വോട്ട് കൂടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ അവർ വ്യക്തമാക്കിയിട്ടുള്ളത്, യു.ഡി.എഫും കോൺഗ്രസും വ്യക്തമാക്കുന്നത്. ജിജേഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.